ദൈവപദ്ധതികൾക്കും ദൈവജനത്തിനെതിരായിട്ടുള്ള ശക്തികളെ താൻ തകർത്തുകളയുമെന്ന് ഒന്നാമായ ദർശനങ്ങളിലൂടെ ദൈവം വ്യക്തമാക്കുന്നു. രൂപം പ്രാപിച്ചത് മുതൽ ഇന്നേവരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടതകൾ അന്നുണ്ടാകും. എന്നാൽ ഗ്രന്ഥത്തിൽ പേരുള്ള നിന്റെ ജനം മുഴുവൻ രക്ഷപ്പെടും. ഭൂമിയിലെ പൊടിയിലുറങ്ങുന്ന അനേകർ ഉണരും. കർത്താവാണ് എന്റെ ഓഹരിയും പാനപാത്രവും, എന്റെ ഭാഗതയും അവിടുത്തെ കരങ്ങളിലാണ്. കർത്താവ് എപ്പോഴും എന്റെ കൺമുമ്പിലുണ്ട്. അവിടുന്ന് എന്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. ആവത് ചർപ്പിച്ചുകൊണ്ട് ഓരോ പുലവിലും ഓരോ ദിവസവും ശുശ്രൂഷിച്ചിരിക്കുന്നു. എന്നാൽ അവനകത്തെ പാപങ്ങൾക്ക് വേണ്ടി എന്നേക്കുമായുള്ള ഏകബലി അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ വലതുഭാഗത്ത് ദോഷത്തിനായി ശത്രുക്കളെ തന്റെ പാദങ്ങളുടെ വാക്കുകളോളം അവൻ കാത്തിരിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷമായ അക്കാലത്ത് യേശു തന്റെ ശിഷ്യന്മാർ അരുളി ചെയ്തു, ആ ക്ലേശങ്ങൾക്ക് ശേഷമുള്ള ദിവസങ്ങളിൽ സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശം തരികയില്ല, നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് നിപതിക്കും, ആകാശ ശക്തികൾ ഇളകുകയും ചെയ്യും. അപ്പോൾ മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. സ്നേഹപിതാവേ, ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും തിരുകുടുംബ പോലെ സ്നേഹത്തിലും പ്രാർത്ഥന ചൈതന്യത്തിലും കൂട്ടായ്മയിലും ശക്തിപ്പെട്ടു വളരുവാൻ വേണ്ട അനുഗ്രഹം നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ, ഇന്നത്തെ ദിവ്യബലിക്ക് നേതൃത്വം നൽകുന്ന ചൈൽഡ് പാഠക കുട്ടികളെയും അവരെ മുന്നോട്ട് നയിക്കുന്ന വൈദ്യരെയും സിസ്റ്റേഴ്സിനെയും വോളണ്ടിയേഴ്സിനെയും അധ്യാപകരെയും മാതാപിതാക്കളെയും ഇടവകയിലെയും മറ്റു കുടുംബങ്ങളെയും അങ്ങയുടെ കരുതൽ സമർപ്പിക്കുന്നു. സഭയുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ ഉതകുന്ന നല്ല നേതാക്കളായി വളർന്നു വരുവാൻ ഈ കുടുംബങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവ്വനന്മ സ്വരൂപനായ ദൈവമേ, ഞങ്ങളുടെ ഭരണകർത്താക്കൾ അങ്ങയുടെ ഇതിനനുസരിച്ച് തങ്ങളുടെ ചുമതലകൾ നിറവേറ്റുവാനും സകലരുടെയും ക്ഷേമത്തിനും നീതിക്കും വികസനത്തിനും വേണ്ടി പ്രവർത്തിക്കുവാനും കൃപ നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടവകയിലെ കുടുംബങ്ങളിൽ നിന്നും ഭരണക്കാർ വേർപിരിഞ്ഞുപോയ സകല ആത്മാക്കളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവരുടെ പാപങ്ങൾ ക്ഷമിച്ച് അവരെ നിത്യജീവിതത്തിൽ അവകാശങ്ങളാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ും
പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും പ്രവർത്തനത്താലും നമ്മൾ പ്രപഞ്ചത്തിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായ ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ, താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുവോണ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കഴിയണമേ. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാനമാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്നാൽ അവിടുന്ന് ഒറ്റപ്പെടുത്തപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുന്നു. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആണ്. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുന്നു. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക.